എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷിത ചിപ്പിമോളെ പഠിപ്പിക്കുവാണ്. ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിച്ച് എല്ലാം സെറ്റാക്കി മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ചിപ്പിമോളോട് കിടന്നാലോ എന്ന് ചോദിക്കുമ്പം ചിപ്പിമോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നും ഡാഡി വന്നതിന് ശേഷമല്ലേ കിടക്കുന്നത്, ഡാഡി ഇതുവരെ വന്നില്ലല്ലോ, അതുകൊണ്ട് ഡാഡിയെ ഒന്ന് വിളിച്ച് നോക്കുക എന്ന് പറയും. ഈ സമയം മഹേഷ് നല്ല രീതിയിൽ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അന്നേരമാണ് കോള് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല. കുറച്ച് തവണ വിളിച്ചു നോക്കിയതിന് ശേഷം ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇഷിത മോളോട് പറയും, ഡാഡി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിലായിരിക്കും, അതുകൊണ്ട് വന്നോളൂ, ഇനിയും താമസിച്ചാൽ മോൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് മോളെ കൊണ്ട് കിടത്തി കഥയൊക്കെ പറഞ്ഞ് ഉറക്കുവാണ്. ഈ സമയം മഹേഷ് മദ്യപിച്ചതിന് ശേഷം പോകുന്നത് രചനയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഗേറ്റ് തുറക്കാതെ ഇരിക്കുന്ന സെക്യൂരിറ്റിയെ പേടിപ്പിച്ച് ഗേറ്റൊക്കെ തുറന്ന് വീടിൻ്റെ ഉള്ളിൽ ചെല്ലും. അവിടെ ചെന്ന് രചനയെ കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് രചനയെ കാണുന്നത്. മഹേഷിന് ദേഷ്യം ഇരച്ച് കയറും. അന്നേരം ചോദിക്കുന്നുണ്ട്, പറയടി, സത്യം പറ, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, ഇനിയും എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ മകൾ ചിപ്പിയുടെ അച്ഛൻ ആരാണെന്ന് നീ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞ് രചനയ്ക്കിട്ട് അടി വെച്ച് കൊടുക്കുന്നുണ്ട്, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വിലയൊക്കെ ആകുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരുവിധം രചന മഹേഷിനെ തട്ടി മാറ്റി പുറത്തേക്ക് പോവുകയും ആ ഡോറ് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യും. എന്നിട്ട് ആകാശിനെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ ആകാശ് പറയും, കിട്ടിയ ചാൻസാണ്, അതുകൊണ്ട് പോലീസിലൊന്നും അറിയിക്കേണ്ട, പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ന്യൂസ് മഹേഷിൻ്റെ ആദ്യ ഭാര്യയുമായിട്ട് മഹേഷിന് അവിഹിത ബന്ധം എന്നായിരിക്കും, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, താൻ ഈ കാര്യം ഇഷിതയെ വിളിച്ച് പറയണം, തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായിരിക്കണം താൻ സംസാരിക്കുന്നത്, പറയുമ്പോൾ ഇത്തിരി കയ്യിൽ നിന്ന് കൂട്ടിയിട്ടോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ആകാശ. അതനുസരിച്ച് രചന ഇഷിതയെ വിളിക്കുന്നു. ഇഷിത വന്നു കഴിയുമ്പോഴേക്കും പറയുന്നത്, എന്നെ ബലമായി പിടിച്ച് കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, അതുപോലെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ശരിക്കും അയാൾക്ക് സ്നേഹവും ഫിസിക്കൽ റിലേഷനും ഒക്കെയാണ് വേണ്ടത്, അതിനല്ലേ നിന്നെ വിവാഹം കഴിച്ച്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ഇത് കണ്ടോ കയ്യിൽ മുറുക്കി പിടിച്ച പാടൊക്കെ ഉണ്ടല്ലോ, അന്നേരം ഇതുകൊണ്ട് എൻ്റെ അടുത്ത് ബലാത്കാരമായിട്ട് എന്നെ പിടിച്ചതിൻ്റെ പാടുകളാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. മൊത്തം അങ്ങ് വിശ്വസിക്കുന്നൊന്നുമില്ല ഇഷിത, എങ്കിലും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഇഷിത ഏതായാലും ബെഡ്റൂമിൽ ചെന്ന് മഹേഷിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം മഹേഷിനെ കുറേ ചീത്ത പറയുന്നുണ്ട് ഇഷിത, നിങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ രചനയുടെ അടുത്ത് പോകാൻ, ഏതായാലും ഭാര്യ എന്ന പേരിൽ ഒരു താലി കെട്ടി എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, എൻ്റെ മേലിലാകായിരുന്നല്ലോ നിങ്ങളുടെ ദേഷ്യം മൊത്തം, എന്തിനാണ് രചനയുടെ അടുത്ത് പോയത് എന്നൊക്കെ ചോദിച്ച് കുറേ വഴക്ക് പറയും. അതിനുശേഷം അവരുടെ പഴയ ആൽബം ഉണ്ടല്ലോ രചനയുടെയും മഹേഷിനെയും, അത് കൊണ്ടിട്ടിട്ട് ചോദിക്കും, ഇനിയും എന്തിനാണ് ഇതിവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ലേ, ഭാര്യയുടെ സ്ഥാനത്ത് ഇപ്പോഴും അവളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷിത. ഏതായാലും നേരം വെളുത്തെഴുന്നേൽക്കുന്ന മഹേഷിന് ആകെ ഒരു വിഷമമാണ്. ഇന്നലെ കാണിച്ചൊക്കെ ഇപ്പം ബോധം വന്ന് കാണുമായിരിക്കും. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കപ്പ് കോഫി ആയിട്ടൊക്കെ അങ്ങോട്ട് വന്നെ ഇഷിത കാണിക്കുന്നുണ്ട്. ഇഷിത ഏതായാലും മഹേഷിനെ വെറുതെ വിടുത്തൊന്നുമില്ല, അത്യാവശ്യം പറയാനുള്ള കുത്തുവാക്കുകളെല്ലാം പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇഷിത ഇപ്പുറത്ത് നമ്മുടെ ഇഷിതയുടെ വീട്ടിൽ വരുമ്പം അവർക്ക് ആകെ ടെൻഷനിലായിരുന്നല്ലോ, മഹേഷ് എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്നോർത്ത്. എന്നിട്ട് വന്ന് കഴിയുമ്പോൾ ചിപ്പിമോളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ചിപ്പിമോൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ചിപ്പിമോൾ ഹാപ്പി, അവൾക്കൊരു കുഴപ്പമില്ല എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് അത്ര സെറ്റായിട്ടില്ല, എന്തോ ഒരു ടെൻഷനുണ്ട് മഹേഷിന് എന്നുള്ള കാര്യം മാത്രം ഇഷിത പറയുന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിട്ട് ഇറങ്ങി പോരുന്നത്. ഒരാൾക്ക് ഓഫീസിലോട്ടും പോകണം, ഒരാൾക്ക് ഹോസ്പിറ്റലിലോട്ടും പോകണം. ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പം ഇഷിതയുടെ സ്വഭാവം വെച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് പറയുമല്ലോ. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, കണ്ണ് ഉണ്ടായിട്ട് കാര്യമില്ല, കണ്ണ് തുറന്ന് കാണണം, അങ്ങനെ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണം, ഇടയ്ക്ക് എൻ്റെ ഹൃദയത്തിലേക്കൊക്കെ ഒന്ന് നോക്കണം, അന്നേരം അവിടെ ചിലപ്പോൾ താനും കാണും കേട്ടോ എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുന്ന ഇഷിതയ്ക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷിത മോളോട് സംസാരിച്ചപ്പം ആരതിയുടെ കഥയൊക്കെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം, ഒരാളെ അമ്മയ്ക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇഷിത. ഏതായാലും ഇതിനെല്ലാം ശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അതിനുശേഷം ആരതിയെ നോക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അജ്ഞാതൻ എന്ന പേരിൽ നമ്മുടെ മഹേഷ് വിളിക്കുന്നത്. എന്നിട്ട് ആരതിയുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്, ശരിയായി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അന്നേരം എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം ഇഷിതയുടെ ഒരു അഭ്യുദയകാംക്ഷയാണ്, അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ഡോക്ടർ പറയുമ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വിളിച്ച ആ ഫോൺ നമ്പർ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്പർ കൊടുക്കുകയും ചെയ്യും. ഇഷിത ആ നമ്പർ ഫോണിലേക്ക് സേവ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇത് മഹേഷിൻ്റെ നമ്പറാണ്. ഇഷിതയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. മഹേഷ് ആരെ എന്ന് ഇഷിത തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ്. ഈ പുറമേ കാണിക്കുന്നതൊന്നും അല്ല മഹേഷ് എന്ന് ഇഷിത തിരിച്ചറിയുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ആകാശും രചനയും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇന്നലെ നടന്ന ആ പ്രകടനം കൊണ്ട് തന്നെ ഇഷിത മഹേഷിനെ വെറുത്ത് കാണും. അതിൻ്റെ കൂടെ നമുക്ക് ചിപ്പിമോളുടെ കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ഉദ്ദേശിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ആകാശ് ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ആകാശ് പറയുന്നുണ്ട്, എനിക്കും രചനയ്ക്കും ജനിച്ച കുഞ്ഞാണ് ചിപ്പിമോൾ, എൻ്റെ മോളാണ് ചിപ്പിമോൾ എന്നുള്ള കാര്യം അവിടെ വെച്ച് പറയുന്നു. അത് ഭയങ്കര ഒരു സങ്കടമാക്കുന്നുണ്ട് കേട്ടോ ഇഷിതയ്ക്ക്. ഇതിനെല്ലാം ശേഷം വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന മോള് വണ്ടി കിടന്ന് ഉറങ്ങിപ്പോകുമ്പോൾ മോളെ എടുത്തുകൊണ്ട് പോയി റൂമിലേക്ക് കൊണ്ട് കിടത്തുന്ന മഹേഷിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇഷിതയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് മഹേഷിൻ്റെ പിടിവിട്ട് പോകാനുള്ള കാരണം, മഹേഷ് ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് ഇഷിതയ്ക്ക് ഏതായാലും മനസ്സിലായി. സങ്കടം ആരോടും പറയാൻ മേലാത്തത് കൊണ്ട് തന്നെ മഹേഷ് ഒരു ഡയറി എഴുതുന്നുണ്ട്. അതിൽ എല്ലാ സങ്കടങ്ങളും എഴുതുന്നുണ്ട് കേട്ടോ. ചിപ്പിമുള്ള കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടാണ് മഹേഷ് പോയി കിടക്കുന്നത്. അന്നേരം ഇത് ഇഷിത കാണുന്നു. ഇഷിതയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. എന്താണ് മഹേഷിൻ്റെ മനസ്സ്, മഹേഷ് എന്തിനാണ് ഇത്രത്തോളം വിഷമിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അത്രത്തോളം ആഴത്തിൽ തന്നെ ഇഷിതയ്ക്ക് മനസ്സിലാവുകയാണ്. അത് കഴിഞ്ഞ് ഇഷിത മഹേഷിനോട് സംസാരിക്കും. അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും പാവമായിരുന്നോ മഹേഷ്, എനിക്ക് മനസ്സിലായില്ല. താങ്കൾ മഹേഷ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മഹേഷിൻ്റെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാനുണ്ടാവും മഹേഷിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് മഹേഷിനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും മഹേഷ് ഇഷിതയുടെ തോളിലേക്ക് തളർന്ന് കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മഹേഷിന് ചിപ്പിമോളെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതായാലും ഇനി മഹേഷിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും ഒപ്പം ഇഷിത ഉണ്ടാകും. മഹേഷ് ഒരു ശുദ്ധഭാവമാണെന്നും ഈ പുറമേ കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നും അതിൻ്റെ ആഴത്തിൽ തന്നെ ഇഷിത മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു.